സെഫി ഇല്യാസ്. ഇത് രണ്ട് നാമങ്ങളല്ല, സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, കരുതലിൻ്റെ, ആത്മാർത്ഥതയുടെ അഴകുള്ള രണ്ട് യഥാർത്ഥ രൂപങ്ങളാണ്. മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധത്തിൽ തമ്മിൽ മത്സരിച്ച് സ്നേഹിക്കുന്നവർ. ഇല്യാസിന്റെ സ്നേഹം സെഫിയുടെ കഴുത്തിൽ മഹറായി തൂങ്ങാൻ തുടങ്ങിയിട്ട് മെയ് 20 സ്നേഹവും സന്തോഷവും സമാധാനവും സൗഭാഗ്യങ്ങളും നിറഞ്ഞ 14 വർഷങ്ങൾ പിന്നിടുകയാണ്. എൻ്റെ ജീവന്റെ ജീവനായ, സ്നേഹത്തിൻ്റെ പ്രതീകമായ, റൂഹിൻ്റെ പാതിയായ എൻ്റെ പ്രിയപ്പെട്ട കാക്കുവിനെ നേരുകയാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന വിവാഹ വാർഷികാശംസകൾ. 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ +1 എക്സാം എഴുതിയിരിക്കുന്ന സമയം കാക്കുവിന് വേണ്ടി കാക്കുവിൻ്റെ ഉപ്പ എന്നെ പെണ്ണ് കാണാൻ വന്നു. നാളെ മോനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ ആ രാജകുമാരൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിരുന്നു. 2010 ഏപ്രിൽ 11 ആ സുന്ദരമായ വൈകുന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ വരച്ചു വെച്ച കാണാമറയത്തെ ആ രാജകുമാരൻ ആദ്യമായി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം. സന്തോഷത്തിൻ്റെ പൂത്തിരിനാളങ്ങൾ മിന്നിമറിയുന്നുണ്ടെങ്കിലും ആദ്യമായി കാണുന്നതിൻ്റെ അപരിചിതത്വവും സംസാരിക്കാനുള്ള നാണവും പേടിയും രണ്ടുപേരിലും നിറഞ്ഞു നിന്നിരുന്ന് കാക്കുവിന് ഓർമ്മയുണ്ടോ? രണ്ടുപേരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടത്തിൻ്റെ 1000 ചിത്രശലഭങ്ങൾ പാറി പറന്നുകൊണ്ടാവാം 3-4 ദിവസങ്ങൾക്ക് ശേഷം കാക്കുവിൻ്റെ വീട്ടുകാരും എന്നെ കാണാൻ വന്നത്. അന്ന് മഞ്ഞ ചുരിദാറിൽ ഞാൻ സുന്ദരിയായി ചമഞ്ഞിരുന്നു കാക്കു ഇന്നും മറന്നിട്ടുണ്ടാവില്ല. പിന്നീട് ഒരിക്കൽ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, അന്ന് ആ മഞ്ഞ ചുരിദാറിൽ നിനക്ക് വല്ലാത്ത മൊഞ്ചായിരുന്നു പെണ്ണേയെന്ന്. അന്ന് വീണ്ടും കാക്കുവിനോട് ഒന്നുകൂടെ സംസാരിക്കാൻ അവസരം കിട്ടിയതും വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ മിഠായി പൊട്ടിക്കലും എല്ലാവർക്കും കൊടുക്കലുമായി ആകെ സംഭവബഹുലമായ ദിവസമായിരുന്നു അന്ന്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാക്കുവിൻ്റെ അനിയൻ്റെ കല്യാണം ശരിയായതോടെ പിന്നീട് കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരുന്നല്ലോ. ഏപ്രിൽ 20 നടന്ന നിശ്ചയത്തിൽ മറക്കാൻ കഴിയാത്ത ആ തീയതി കുറിച്ചിട്ട് പടച്ചോന്റെ കിതാബിൽ എന്നെയും കാക്കുവിനെയും ഒരുമിപ്പിക്കാൻ പടച്ചോൻ കുറിച്ചിട്ട ദിവസം 2010 മെയ് 20. പിന്നീട് അങ്ങോട്ട് 1 മാസക്കാലം ആ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പായിരുന്നു. നിശ്ചയത്തിൻ്റെ അന്ന് ചുളിവിലൂടെ എൻ്റെ ആംഗ്ലയുടെ കയ്യിൽ നിന്നും ആപ്പയുടെ ഫോൺ നമ്പർ വാങ്ങിയതും പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ചതുമൊക്കെ മറക്കാൻ പറ്റാത്ത കഥകളാണ് കാക്കുവിനെന്ന് എനിക്കറിയാം. അന്നു മുതൽ 14 രാവിലെ പൂർണ്ണചന്ദ്രൻ പാൽ പുഞ്ചിരി തൂവുമ്പോൾ നിദ്രയൊഴിഞ്ഞ നിലാവുള്ള ആ രാവുകളിൽ മനസ്സിൻ്റെ ജാലകത്തിലൂടെ കാണുന്ന സ്വപ്നങ്ങൾക്കും നെയ്തുകൂട്ടിയ കിനാക്കൾക്കുമെല്ലാം എൻ്റെ കാക്കുവിൻ്റെ രൂപമായിരുന്നു. നിക്കാഹ് കഴിയാതെ ഫോൺ വിളിക്കുന്നതിന് വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പലരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ സംസാരിച്ച് പുതിയൊരു ലോകം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ വാർത്തെടുത്തു. പരിചയപ്പെട്ടും മനസ്സിലാക്കിയും ഇരുവരും നല്ല സൗഹൃദങ്ങളായി. വിവാഹ ദിവസം അടുത്തു തുടങ്ങിയതിൻ്റെ ഭാഗമായി ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് വിവാഹത്തിന് മുമ്പ് മഞ്ചേരി വെച്ച് ഒരിക്കൽ കൂടെ കാക്കുവിനെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതിയായിരുന്നു ഇരുവർക്കും. ആഘോഷങ്ങളും ആരവങ്ങളും നിറഞ്ഞ ആ ദിവസം വന്നെത്തി. മെയ് 20. നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളിലെ പോലെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അറിയുന്ന സെഫിയെയും പൊന്നുപോലെ നോക്കാനും കരുതാനും അറിയുന്ന ഇല്യാസിനെയും ഒരു മഹറിനാൽ പടച്ചോൻ ഒരുമിപ്പിച്ചു. അന്ന് പടച്ചോന്റെ കിതാബിൽ കുറിച്ചിട്ട നാമങ്ങളാണ് സെഫി, ഇല്യാസ്. സുഖങ്ങളിൽ സന്തോഷിച്ചും ദുഃഖങ്ങളിൽ പരസ്പരം താങ്ങും തണലുമായും ജീവിതം തുടങ്ങിയിട്ട് 14 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ കാലയളവിൽ അത്രയും അതിശക്തമായ ഒരു ദാമ്പത്യബന്ധം കെട്ടിപ്പടുക്കുന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാക്കുവിൻ്റെ പ്രവാസ ലോകത്തേക്കുള്ള യാത്ര മാത്രമായിരുന്നു കണ്ണ് നിറയിപ്പിക്കാറുള്ളത്. പ്രണയം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വപ്ന സാഫല്യമായി 2011 ഏപ്രിൽ 19 സിത്തുമോൾ പിറന്നു വീണു. പിന്നീട് അങ്ങോട്ട് അവളെ സ്നേഹിക്കാനുള്ള മത്സരമായിരുന്നു എല്ലാവരും. 7 വർഷങ്ങൾക്ക് ശേഷം സിത്തുവിന് കൂട്ടായി നിശ്ചയവും വന്നതോടെ സന്തോഷത്തിൻ്റെ നാളുകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ദമാരുതൻ്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവള്ളി പോലെ, വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ മനോഹരമായ കവിത പോലെ സെഫിയുടെയും ഇല്യാസിൻ്റെയും ജീവിതം ഇനിയും ഒരു 100 നൂറ്റാണ്ടുകാലം ജ്വലിച്ചു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നേരുന്നു മനസ്സ് നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ.